തെയ്യവും തിറയും കാണാനായി കാസർഗോഡ് എത്തിയപ്പോഴാണ് കേരളത്തിലെ ഏക തടാക ക്ഷേത്രമായ അനന്തപുരം തടാക ക്ഷേത്രം അഥവാ മുതല തടാക ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നത്. ശ്രീ അനന്തപത്മനാഭ സ്വാമിയുടെ മൂലസ്ഥാനമാണിതെന്ന് കൂടി അറിയപ്പെടുന്നു. 2 ഏക്കറോളം വിസ്തൃതിയുള്ള തടാകത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നിറയെ മീനുകളുള്ള ഈ തടാകത്തോട് ചേർന്ന് തന്നെ ഒരു ഗുഹ കൂടി കാണാൻ കഴിയും. അനന്തപത്മനാഭ സ്വാമി ഈ ഗുഹയിലൂടെ ആവാം തിരുവനന്തപുരത്ത് എത്തിയതെന്നാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം. തടാകത്തിൽ താമസിച്ചു വന്ന ബാബി എന്ന സസ്യാഹാരിയായ മുതല വളരെ പ്രശസ്തമായിരുന്നു. ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന വഴിപാടുകൾ മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. 2022 ഒക്ടോബർ വരെ അഥവാ 75 വയസ്സ് വരെ അത് ജീവിച്ചു. അതേ വർഷം നവംബറിൽ തന്നെ ബാബിയ്ക്ക് സമാനമായ ഒരു ചെറിയ മുതലയെ കൂടി കണ്ടെത്തി. തടാകത്തിലെ മീനുകളെയൊന്നും ഉപദ്രവിക്കാതെ വഴിപാടുകൾ മാത്രം കഴിച്ച് അതിന്നും ജീവിക്കുന്നു. ആ സമയത്തെത്തുവാണെങ്കിൽ മുതലയെ കാണാൻ കഴിയുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് കാസർഗോഡ് മഞ്ചേശ്വരം കുമ്പളയിലാണ്. പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത ശേഷം സന്തോഷത്തോടെ നമ്മൾ തിരിച്ചു.